തന്നെയല്ലേ ഇവിടെ ഉള്ള ഞങ്ങൾ ഇവിടെ ഉള്ള ഞങ്ങൾ ആരും ഇവിടെ പറയാം. അതാണ് ഞാൻ പറഞ്ഞത്. മണ്ണ് നിറച്ച് അവിടെ ഇട്ട് ബീച്ച് സംരക്ഷിച്ചിട്ടുള്ളൂ. ഇത്രയും ജനങ്ങള് ഇപ്പൊ തന്നെ നിലവിൽ 6 വീട് ഇന്നലെ രാത്രി മാത്രം 4 വീടാ പോയത്. ഇവിടെ എല്ലാവരും വന്ന് നോക്കിയിട്ടില്ല. ഇതുവരെ 20 ദിവസത്തിന് മുമ്പേ സാറ് വന്ന് നോക്കിയതാ. ഞാൻ പറഞ്ഞിട്ട് 20 ദിവസമായി നിങ്ങൾ സാറ് വന്ന് ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. സാറ് വന്ന് ഇവിടെ വന്നിട്ട് പോയിട്ട് 20 ദിവസമായി. ഞാൻ പറഞ്ഞോട്ടെ സാറ് തന്നെ പറയുന്നു ഒരു മാസമായിട്ട് വന്നു, 1 മാസത്തിന് മുന്നേ വന്നു. ഈ ഒരു മാസമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടില്ലല്ലോ. കുറച്ച് പത്രത്തിന്റെ ഇത് ഇവിടെ കുറെ ഇത് ഒട്ടിച്ച് ഇത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ ഈ പോയ വീട്ടുകാർക്കോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയവരുണ്ട്, അവർക്ക് ആർക്കും ഒന്നും ചെയ്തിട്ടില്ല. 20 ദിവസത്തിന് മുമ്പേ സാറും മേയർ ഉൾപ്പെടെ ഇവിടെ വന്നിട്ട് പോയതാ. 20 ദിവസത്തിന് മുമ്പേ ഇതുവരെക്കായിട്ട് 20 ദിവസമായി ഇതുവരെക്കായിട്ട് ഒരു നടപടി എടുത്തിട്ടില്ല. ഈ വീടുകൾ വീടിന് തൊട്ടടുത്ത് കടയിലേക്ക് സമയത്ത് നിങ്ങൾ വന്നിട്ട് പോയാ ഇപ്പൊ ആ വീടുകൾ പോയി. ഇത് പോയിട്ട് എന്ത് നിങ്ങൾ മറുപടി പറയുന്നത്? അതിനൊന്നും പറഞ്ഞു 3 വർഷത്തിന് മുമ്പ് ഞങ്ങൾ ആറിലും പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഭവനം 2 മാസം മുമ്പല്ല സാറേ, ഇത് 3 വർഷത്തിന് മുമ്പേ ഒരു വർഷം മുമ്പേ കണ്ടു കയറാൻ തുടങ്ങിയതാ. ഈ സാറിന്റെ ശ്രദ്ധയിൽ 3 വർഷത്തിന് മുമ്പ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക. കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് പറയും, കേരള സർക്കാരിന്റെ കാര്യം പറയും. ഫണ്ടില്ലാത്തോണ്ട് MP ആയിരുന്നു പറയുന്ന മനസ്സിലാക്കണേ. 4 കോടി നമുക്ക് ഒരു മണ്ഡലത്തിൽ ചെലവാക്കാൻ ഒരു വർഷം കിട്ടുന്ന 52 ലക്ഷം രൂപയാണ്. അത് ഇത്തരത്തിലുള്ള വർക്കുകൾ, ഇത് കോടിക്കണക്കിന് രൂപ ആവശ്യമായിട്ടുള്ള ഫണ്ടാണ്. MP ഫണ്ട് ചെയ്യാൻ ഒക്കത്തില്ല, തുകയില്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഞാൻ പറയാം പ്ലീസ്, ഞാൻ പറയാം ഇത് ഗവൺമെന്റ് ചെയ്യേണ്ട വർക്കാണ്. ചെറിയ നമ്മളിവിടെ നിങ്ങളെയൊക്കെ ജയിപ്പിച്ച് വിടുന്നത് തന്നെ മനസ്സിലായി. ഞങ്ങൾക്ക് നേരിട്ട് ഗവൺമെന്റ് പിണറായി വിജയന്റെ അടുത്ത് പോയി പറയാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെ നിങ്ങൾ ജയിപ്പിച്ച് വിടുന്നത്. അതിനാണ് ഇവിടെ കൌൺസിലറുണ്ട്, മേയറുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉള്ളത്. ഇവരുടെ അടുത്ത് എല്ലാം ചോദിക്കാൻ പറയാം ഞങ്ങൾ എന്ത് ചെയ്യാനാ? പിന്നെ എന്തിനാ ഇവർ ജയിക്കാൻ? ഇലക്ഷൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. MP-യുടെ കീഴിലുള്ള ഇതൊക്കെ രാഷ്ട്രീയം. ഞാൻ പറഞ്ഞതല്ല, ഞാൻ പറഞ്ഞെന്താണ് ഇത്? ഒരാൾ സംസാരിക്കാൻ മറുപടി, ഒരാൾ സംസാരിക്കാൻ മറുപടി, എല്ലാവരും സംസാരിക്കാൻ മറുപടി. ഞങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു MP-യാ. സാറിന് ഒന്നും ചെയ്യാനില്ലെന്നല്ല ഇൻഫ്ലുവൻസ് ചെയ്യാനാണ് ഇതിന് നേരത്തെ ചെയ്യാവുന്ന കാര്യം. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ MP എന്ന നിലയിൽ ഒരു MP ആയാലും MLA ആയാലും ഇതിനകത്ത് നടപടി എടുക്കേണ്ടതും തീരുമാനമെടുക്കേണ്ടതും ഗവൺമെന്റാണ്. ഇപ്പൊ MP ആയാലും MLA ആയാലും ഈ കാര്യങ്ങൾ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരിക, അതിനുവേണ്ടി നിരന്തരമായ നിലപാട് സ്വീകരിക്കുക, ഇതാണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വന്ന് കണ്ടതിന് ശേഷം ഞാൻ പറയും, ഇത്രയും കൊല്ലത്തിന് ശേഷം ഞാൻ വന്ന് കണ്ട് സിറ്റുവേഷൻ രാഷ്ട്രീയമായിട്ടാണെങ്കിൽ വേറെ മറുപടി ഞാൻ പറയാം.